ഹായ് ഡിയേഴ്സ്, വളരെ കോൺഫിഡൻസോട് കൂടി നിങ്ങൾക്ക് എക്സാം ഹാളിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് പഠിക്കാതെ പോകരുത്. ആ കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് പഠിപ്പിക്കാൻ തന്നെയാണ് എന്നും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഒരു പക്ഷേ നമ്മുടെ ഈ സൈലത്തിന്റെ ഈ ഒരു വീഡിയോയിലൂടെ ആയിരിക്കും പല കുട്ടികളും ആദ്യമായിട്ട് സൈലത്തിന്റെ ക്ലാസ്സുകൾ കാണുന്നത്. സോ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ സൈലത്തിൽ വിശ്വസിച്ചോളൂ. ഉറപ്പായിട്ടും മാത്തമാറ്റിക്സ് 100% ഞാൻ നിങ്ങൾക്ക് ഉറപ്പുതരാം. നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ SSLCയിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ആയിരിക്കും. നിങ്ങൾക്ക് ഓണ എക്സാം ആണെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ആശയങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടേ പോവുള്ളൂ. ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്ന ഒരു ചോദ്യമുണ്ട്, ഉറപ്പിച്ചോ. പല കുട്ടികളും ഈ ക്ലാസ് കാണുന്ന പല കുട്ടികളും ആദ്യ ശ്രമത്തിൽ തന്നെ അതിൻ്റെ ഉത്തരം തെറ്റിച്ചിരിക്കും. ഞാൻ വാക്ക് തരികയാണ്, നോക്കാം നമുക്ക്. ഞാൻ പറഞ്ഞത് ശരിയാണോ നോക്കാം, നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കാം. സോ എന്താണ് ആ ചോദ്യം എന്ന് നിങ്ങൾ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയുടെ ഫീഡ്ബാക്ക്, ഒരുപക്ഷെ നിങ്ങൾ ഈ ചോദ്യങ്ങൾ ആദ്യമായിട്ട് കാണാക്കണം ഈ ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് ആ ചോദ്യം ഇഷ്ടപ്പെട്ടോ, ഇതുപോലത്തെ സീരീസ് ഇനിയും വേണോ, അല്ലെ ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് എന്താണോ മനസ്സ് തോന്നുന്നത് അതെന്തായാലും ഒരു സെൻറ്റൻസ് പോലെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാം ഞങ്ങൾ വായിക്കുന്നതാണ്. സോ മക്കളെ ശ്രദ്ധിച്ചോളൂ, ആ ചോദ്യം ഈ കാണുന്നതാണ്. ഒരു ചോദ്യം കിട്ടിയാൽ നിങ്ങൾ അതിനെ എങ്ങനെ സമീപിക്കണം ഒന്നും നോക്കണ്ട, കൃത്യമായിട്ട് ചോദ്യം ഒന്ന് നന്നായിട്ട് വായിക്കുക. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ, ഇവിടെ ഒരു ചിത്രം, ഈ ചിത്രം അല്ല കേട്ടോ, ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ആ ചിത്രത്തിൽ തന്ന ആശയങ്ങൾ നോക്കുക. ഇത് 60 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ആംഗിൾ എ 60, ആംഗിൾ എഫ് 70, അതോടൊപ്പം തന്നെ ആംഗിൾ സി 120 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അടുത്തൊരു പോയിന്റ് എന്താ, ഇവിടെ ഒരു ട്രയാങ്കിൾ ABE കാണുന്നുണ്ടോ? ABE. ആ ABE എന്ന് പറയുന്ന ട്രയാങ്കിളിന് ആ 3 വെർട്ടിസസ് അഥവാ അതിൻ്റെ 3 അറ്റങ്ങളിലൂടെ ഒരു സർക്കിൾ കടന്നു പോകുന്നുണ്ട്. ഓക്കെ, ഇത് ബേസ് ചെയ്തുകൊണ്ടാണ് ചോദ്യം വന്നത്. ഇവിടെ ഇത് 90 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട് കേട്ടോ. അത് 90 ഡിഗ്രി, ഇങ്ങനെ ചിഹ്നം തന്നാൽ അത് 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രിയാണെന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോടൊരു കാര്യം പറയുകയാണ്. എന്താ കാര്യം എന്നറിയോ? സിമ്പിളാണ്. നമ്മളിങ്ങനെ സർക്കിൾ വരക്കുന്ന സമയത്ത് ഈ സർക്കിളിൻ്റെ പുറത്താണോ അകത്താണോ അല്ലെങ്കിൽ ആ വൃത്തത്തിലാണോ, അതായത് ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ, ഓൺ ദി സർക്കിൾ ആണോ, CDF ഇല്ലേ, CDF എന്ന് പറയുന്ന പോയിന്റ്, ഈ 3 പോയിന്റും വൃത്തത്തിനകത്തോ പുറത്തോ അല്ലെങ്കിൽ വൃത്തത്തിലോ എന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ പല കുട്ടികളും ആൻസർ ചെയ്യും യെസ് ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്ന ചോദ്യം ഏതാ? യെസ്, ഈ ചോദ്യമാണ്. കാരണം ഇത് 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി ആണെങ്കിൽ എവിടെയാണ്? ഓൺ ദി സർക്കിളാണ്, അഥവാ വൃത്തത്തിലാണ്. ഉത്തരം കിട്ടിയ ആൾക്കാർക്കൊക്കെ യെസ് ഐ ആം പ്രൗഡ് ഓഫ് മീ എന്ന് പറയാം. പക്ഷേ തെറ്റാണ്. അതാണ്, ഈ ചോദ്യമാണ് നിങ്ങൾ ഉത്തരം തെറ്റിക്കുന്ന ചോദ്യം. കാരണം ഇത് പറഞ്ഞ കുട്ടികൾ ആകെ പഠിച്ചു വെച്ചത് 90 ഡിഗ്രി ആണെങ്കിൽ ഓൺ ദി സർക്കിൾ എന്ന് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ കൂടെ ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്. എന്താ കണ്ടീഷൻ എന്നറിയോ? 90 ഡിഗ്രി ആയാൽ മാത്രം പോരാ മക്കളെ. 90 ഡിഗ്രീൻ്റെ കൂടെ ആ വരക്കുന്ന വര ഡയമീറ്റർ അഥവാ വ്യാസം കൂടി ആണെങ്കിൽ മാത്രമേ അതെന്താവുള്ളൂ? ഓൺ ദി സർക്കിൾ അഥവാ വൃത്തത്തിലാവുള്ളൂ. ഇത് 90 ഡിഗ്രി ആണെങ്കിൽ അത് ഓൺ ദി സർക്കിളാണ്. കാരണം ഇത് ഡയമീറ്റർ അഥവാ വ്യാസമാണ്. ഈ ചോദ്യത്തിൽ എവിടെയും BE എന്ന് പറഞ്ഞത് ഡയമീറ്റർ അഥവാ വ്യാസമാണെന്ന് തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്കത് ഓൺ ദി സർക്കിളാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എവിടെ നിന്നായിരിക്കും ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത്? യെസ്, ചിന്തിക്കണം മക്കളെ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 57, എനിക്ക് തോന്നുന്നു 57 ആണ്. യെസ്, പേജ് നമ്പർ 57 ഒരു ചിത്രമുണ്ട്. ഈ ഒരു ആശയത്തിൽ നിന്നാണ് ആ ചോദ്യം വന്നത്. ഈ ആശയം വരുന്നത് ഈ ആംഗിളും തമ്മിൽ കൂട്ടിയാൽ, അതായത് ആംഗിൾ D പ്ലസ് ആംഗിൾ B കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 180 ഡിഗ്രിനേക്കാൾ കുറവാണെങ്കിൽ, ഒരു ആംഗിൾ ഓൺ ദി സർക്കിൾ ആണെങ്കിൽ മറ്റേ ആംഗിൾ ഔട്ട്സൈഡ് ദി സർക്കിൾ ആയിരിക്കും, പുറത്തായിരിക്കും. ഒരു പോയിന്റ് ഓൺ ദി സർക്കിൾ വൃത്തത്തിലാണെങ്കിൽ മറ്റേ ആംഗിൾ എത്രയും വൃത്തത്തിന് പുറത്ത്. ഈ 90 ഡിഗ്രിനേക്കാൾ കൂടുതലാണെങ്കിൽ 180 കൂടുതലാണെങ്കിലോ? ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇങ്ങനെ വര വരച്ചു. അപ്പോൾ ഈ കാണുന്ന ആംഗിൾ എന്ന് പറയുന്നതും, ഇപ്പോൾ ഇതിനൊരു പേര് കൊടുക്കുക E. ആംഗിൾ Eയും ആംഗിൾ Bയും കൂട്ടുമ്പോൾ സമയത്ത് 180 കൂടുതൽ കിട്ടുകയാണെങ്കിൽ, ഇതിനേക്കാൾ കൂടുതൽ കിട്ടുകയാണെങ്കിൽ അത് ഇൻസൈഡ് ആണ്, അഥവാ വൃത്തത്തിനകത്താണ്. ഈ ഒരു പോയിന്റ് ടെക്സ്റ്റ് ബുക്കിലൂടെ ഒന്ന് പറന്നു പോകുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നിങ്ങൾ പഠിച്ചിട്ടില്ല. സൈലം ഇതിൻ്റെ മുമ്പേ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്, പക്ഷേ എത്ര പേര് അത് ക്യാച്ച് ചെയ്തിട്ടുണ്ടെന്ന് അറിയാവില്ല. പക്ഷേ ഈ വീഡിയോയോട് കൂടി നിങ്ങൾ അതും ക്ലിയർ ആക്കണം. സോ മക്കളെ ശ്രദ്ധിച്ചോളൂ. ഇവിടെ തന്ന ചോദ്യം നോക്കൂ. ഇത് ഞാനിങ്ങനെ സർക്കിൾ വരയ്ക്കുന്ന സമയത്ത് ഇത് 120ഉം ഇത് 60ഉമാണ്. 120ഉം 60ഉം കൂട്ടിയാൽ 180 കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇതൊരു ചക്രീയ ചതുർഭുജമാണ്, അഥവാ സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. ചക്രീയമാണെങ്കിൽ 4 ബിന്ദുക്കളും ഓൺ ദി സർക്കിൾ. അപ്പോൾ ആംഗിൾ C എന്ന് പറയുന്നത് ഓൺ ദി സർക്കിൾ ആയിരിക്കും, അഥവാ വൃത്തത്തിലായിരിക്കും. ആംഗിൾ C എവിടെ ആയിരിക്കും? ഓൺ ദി സർക്കിൾ അഥവാ വൃത്തത്തിലായിരിക്കും. സെറ്റല്ലേ? ഇത് 90 തന്നിട്ടുണ്ട്. 90 60 എത്രടാ? 90 60 150 ഡിഗ്രിയാണ്. നമ്മൾ പഠിച്ചു 150 ഡിഗ്രി അല്ലേ, 180 കുറവാണെങ്കിൽ അത് വൃത്തത്തിന് പുറത്തായിരിക്കും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ആംഗിൾ D എന്ന് പറയും, ഇത് ഓൺ ദി സർക്കിളാണ്. അപ്പോൾ ആംഗിൾ D എന്ന് പറയുന്നത് വൃത്തത്തിന് പുറത്തായിരിക്കും. കാരണം 90 ഡിഗ്രിനേക്കാൾ കുറവാണ്. അങ്ങനെയാണെങ്കിൽ ഇത് 120ഉം ഇത് 70 ഡിഗ്രിയാണ്. ഇത് ഓൺ ദി സർക്കിളാണ്.
120 എത്ര നിങ്ങൾക്ക് കൂട്ടി അറിയാം, ഏകദേശം 190 ഡിഗ്രി കിട്ടും. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എഫ് അല്ലെങ്കിൽ പോയിന്റ് എഫ് എവിടെ ആയിരിക്കും എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകൾക്ക് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഫീഡ്ബാക്ക് മസ്റ്റായിട്ടും ചെയ്യണം. അപ്പോൾ എൻ്റെ പേര് ഞാൻ ഒന്നും കൂടി ഓർമ്മിക്കുകയാണ്, ഷാഹിദ് റംസാൻ എന്നാണ്. അപ്പോൾ ചില കുട്ടികൾ ഫൂസാറിനൊക്കെ വിളിക്കാറില്ലേ, FU. ഓക്കെ, എന്തായാലും നല്ലതാണ്. നമുക്ക് ഇനിയും കാണേണ്ടതുണ്ട്. പുതുതായിട്ട് ഈ ചാനൽ കാണുന്ന ആൾക്കാരൊക്കെ വെൽക്കം ചെയ്യാണ്. നമുക്ക് ഇനിയും കിടിലനായിട്ട് വീഡിയോകളൊക്കെ വരുന്നതാണ്. ഇസ്മി ഷാഹിദ് റംസാൻ, ബൈ.